ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഡെക്കറാണ്. അതിനായിട്ട് ഞാൻ എടുക്കുന്ന ഒരു കാർഡ്ബോർഡ് പീസാണ്. കാർഡ്ബോർഡ് പീസിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ വരച്ചു കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ വേറെ സർക്കിളും കൂടി ഈ ഒരു വെട്ടത്തിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സർക്കിൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റുകയാണേ. ഞാനത് ബ്ലേഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഐറ്റമാണ് ബഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച് മാറ്റിയിട്ടില്ല ഈ ഒരു സംഭവത്തിന്മേൽ ഈ ബഡ്സ് വെച്ച് കൊടുക്കണം. അത് ചെറിയൊരു ഗ്യാപ്പ് മുകളിൽ വിട്ടിട്ട് വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചിട്ട് മുഴുവനായിട്ടും അങ്ങ് ആ ഒരു സൈഡിൽ ഫുള്ളായിട്ടും അങ്ങ് വെച്ച് കൊടുക്കാം. അത് മുഴുവനായിട്ടും വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് എപ്പോഴും ഫെമിലർ ആയിട്ടുള്ള ഒരു റോസാപ്പൂവാണ്. ഈ റോസാപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇതുപോലെ സർക്കിളിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു പേപ്പറിൽ നിന്ന് സർക്കിൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കോയിൽ പോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ഒരു റോസാപ്പൂ റെഡിയാവും. ഇങ്ങനത്തെ കുറേ റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇത് എളുപ്പമല്ല ഉണ്ടാക്കാൻ ഈ ഒരു റോസാപ്പൂ. അപ്പോൾ നമ്മൾ കുറേ റോസാപ്പൂക്കൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. കണ്ടോ, മുഴുവനായിട്ടും ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ കാർഡ്ബോർഡ് പീസിൽ നിന്ന് ഒരു ചെറിയൊരു സർക്കിൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന്മേൽ ഇതുപോലെ കുറച്ച് ബഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. വേറൊരു ഇതുപോലെ തന്നെ 3 ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 2 ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒന്ന് ബഡ്സ് വെച്ച് കൊടുക്കണം. ഒടിച്ചിട്ട് മതി, വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മിഡിലായിട്ട് ഒരു റോസാപ്പൂവും കൂടി ഒന്ന് വെച്ച് കൊടുക്കണേ. അങ്ങനെ ഞാൻ ഇവിടെ 3 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ 3 ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു നൂലിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു വുളൻ ത്രെഡ് എടുത്തിട്ട് അതും വൈറ്റ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നടുവിലായിട്ട് ഇത് രണ്ടും ഒന്ന് കയറ്റി വെച്ച് കൊടുത്തിട്ട് മറ്റേത് നടുവിലായിട്ട് കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് താഴെയായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട്. ബഡ്സിൽ നിന്നാണ് നമ്മൾ ഇത്ര ഉണ്ടാക്കിയെടുത്തത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.